എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞില്ല എന്ത് കുടുങ്ങിയത്. ദാമോദർ ഉണ്ണിമകനോടെ കളി ഇത് മതി. ഇതൊക്കെ നമ്മുടെ ചൂണ്ടയിടലിന്റെ പണിസാധനങ്ങളാണ്. ഇവിടെയുള്ള മീൻ പട്ടിണിയാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവർക്ക് അന്നദാനത്തിന് വന്നതാണ്. സന്തോഷം. എനിക്കറിയില്ല. ആട്ടയുണ്ട്. മീൻ പിടിച്ചാല് നമുക്ക് കവറിലിട്ട് കൊണ്ടുപോകണ്ടേ? കവറൊക്കെ ഉണ്ട്. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്. മോനെ അല്ല പാമ്പും ഉണ്ടാടേ. ഇത് നമ്മള് മേടിച്ചു വെച്ചിട്ട് കൊറേ നാളായി. പാവ ഈ തുരുമ്പ് കാരണം മീന് സെപ്റ്റിക് ആവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. അത് വെച്ചോ, മാറ്റി വെച്ചോ. A few moments later. ചൂണ്ട വലുതാക്കണായിരുന്നു. അത് എനിക്കറിയില്ലല്ലോ. ഇത്രയും വലുതാവുമായിരുന്നു. നിങ്ങൾക്കറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. ഞാനോർത്ത് ഈ ഡാണ്ടിയ കോല് വെച്ചിട്ടാണ് പരിപാടി. നിനക്ക് രാവിലെ 6 മണി തൊട്ട് ഞാൻ ഈ കമ്പും പൊക്കി പിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് കൊത്താം. നമ്മൾ ഞാഞ്ഞൂലിന് ഇടാൻ പോണേ. ചിക്കന് കാര്യമില്ല, ഞാഞ്ഞൂലിട്ടാ വരും എന്നാ പറയുന്നേ. വലിക്കല്ലോ ചാപ്പി. ഇല്ല. പിന്നെ വന്നൂടെ? അപ്പൊ ഇന്നത്തെ മീന് തീറ്റ കൊടുക്കൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. മീനൂട്ടാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. നോൺ വെജ്, മൈദ, ഞാഞ്ഞൂല് എല്ലാം നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ പുണ്യം കൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവര് നമ്മുടെ മുഖം തിരിച്ചറിഞ്ഞ് വല്ലം വന്ന് കൊളുത്തിയാലായി. അപ്പോ ദിസ് ഇസ് ജാസ്മിൻ സൈനിങ് ഓഫ്. അല്ലേ ഫുഡിന്റെ ടേസ്റ്റ് അതിന് ആദ്യം കൊടുക്കണം. നമ്മ അങ്ങനെയാണ് നമ്മ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ ടേസ്റ്റ് ആദ്യം കൊടുക്കുക. ആ ടേസ്റ്റ് അനുസരിച്ച് മീൻ ഓരോന്നോരോന്നായിട്ട് വരും. സർദേര് നല്ല മീനുള്ള പുഴയായിരുന്നത്. അപ്പൊ ഞങ്ങൾ വന്നുകൊണ്ടാണോ എന്താണെന്നറിയില്ല, മീനൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞില്ല എന്ത് കുടുങ്ങിയത്. പുള്ളി സൈക്കിൾ പോലത്തെ ചൂണ്ടൊക്കെ ആയിട്ടാ വന്നേക്കുന്നത്. ഇതിനെ മറ്റേ ഫെവിക്വിക്കിന്റെ പരസ്യം പോലെ കുത്തി കുത്തി വെച്ചിട്ട് ഇങ്ങനെ കിളിക്കാലോ. കവർ കൊണ്ട് 2 ഉപകാരം. ഒന്നും കിട്ടാത്തോണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. നമ്മള് പോയത് പുണ്യം.